നമസ്കാരം. വാസ്തുശാസ്ത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ചെടികളിൽ വച്ച് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു സസ്യം ഒരു വീട്ടിലേക്ക് വളരെയധികം ഐശ്വര്യവും പോസിറ്റീവായ ഊർജവും എല്ലാ രീതിയിലുമുള്ള ഈശ്വരാധീനം കൊണ്ടുവരുവാൻ സഹായകരമായ ഒരു സസ്യം കൂടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഇഷ്ടപ്പെടാത്തവർ വിരളമായിരിക്കാം. ശംഖുപുഷ്പം നട്ടു വളർത്താത്തവർ ആരും തന്നെ ഉണ്ടാകണം എന്നില്ല, ശ്രമിക്കുകയെങ്കിലും ചെയ്യും. എന്നാൽ ശംഖുപുഷ്പത്തോടൊപ്പം നട്ടു വളർത്തിയാൽ എത്ര തന്നെ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് എത്തിക്കുന്ന രണ്ട് ചെടികളുണ്ട്. ആ ചെടികളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ ഈ രണ്ട് ചെടികൾ ശംഖുപുഷ്പത്തോടൊപ്പം തഴച്ച് വളരുകയാണ് എങ്കിൽ അത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ശംഖുപുഷ്പം വളർത്തുന്നവരാണ് എങ്കിൽ ഈ രണ്ട് ചെടികൾ തീർച്ചയായും ശംഖുപുഷ്പത്തോടൊപ്പം നിങ്ങൾ നട്ടു വളർത്തേണ്ടതാണ്. ഇനി ശംഖുപുഷ്പം വീട്ടിൽ ഇല്ലാത്തവരാണ് എങ്കിൽ ശംഖുപുഷ്പവും ഈ ചെടികളും നട്ടു വളർത്തി പരിപാലിക്കുന്നതും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എല്ലാ വിധത്തിലുമുള്ള നേട്ടങ്ങൾ, ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ശംഖുപുഷ്പം അതിൻ്റെതായ സ്ഥാനത്ത് നിന്നാൽ മാത്രമേ എല്ലാ ഗുണങ്ങളും ആ ഭവനത്തിന് ലഭിക്കൂ എന്നുള്ളതാണ്. അപ്രകാരം നോക്കുമ്പോൾ ശംഖുപുഷ്പം നട്ടു വളർത്തേണ്ടതായ കൃത്യമായ സ്ഥാനവും ശംഖുപുഷ്പത്തോടൊപ്പം നട്ടു വളർത്തേണ്ടതായ ആ രണ്ട് ചെടികളെ പറ്റി ഇനി ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. സ്വർഗത്തിൽ നിന്നും വിശ്വാസങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന പുഷ്പം എന്ന പ്രത്യേകത ശംഖുപുഷ്പത്തിനുണ്ട്. നീല നിറമുള്ള ശംഖുപുഷ്പം പരമശിവന്റെ മൂന്നാം കണ്ണാണ് എന്നാണ് വിശ്വാസം. അപ്രകാരം പരാമർശിക്കുന്നതാകുന്നു. ഇതിനാൽ ശംഖുപുഷ്പം നട്ടു വളർത്തുമ്പോൾ അവ നല്ലതുപോലെ വളർന്നാൽ ഈശ്വര കടാക്ഷത്തെയും ലക്ഷ്മി കടാക്ഷത്തെയും സൂചിപ്പിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എല്ലാ വീടുകളിലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരേപോലെ വളരാത്ത സസ്യം എന്ന പ്രത്യേകതയും ഈ സസ്യത്തിനുണ്ട്. ചില വീടുകളിൽ നിങ്ങൾ എത്ര തന്നെ നട്ടു പരിപാലിക്കുവാൻ നോക്കിയാലും അവ വളരണം എന്നില്ല. വളരെയധികം പ്രയാസപ്പെട്ട് ശ്രമിച്ചാൽ പോലും വളരാത്തതായ സാഹചര്യമുണ്ട്. അതിനാൽ പലരും നിരാശരാണ് എന്നതും വാസ്തവമാണ്. എന്നാൽ ചില വീടുകളിൽ നട്ടു വളർത്തണം എന്ന് പോലുമില്ല, തനിയെ തന്നെ വളർന്നു വരികയും തഴച്ച് വളരുകയും ചെയ്യും. ഇതിനാൽ നിങ്ങളുടെ വീടുകളിൽ ഇവ തഴച്ച് വളരുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ നട്ടു വളർത്തുന്നതായ സാഹചര്യത്തിൽ നന്നായി പിടിച്ചു വരുന്നു എങ്കിൽ നിങ്ങൾ താമസിക്കുന്നതായ ആ മണ്ണും വീടും വളരെയധികം ഈശ്വരാധീനം നിറഞ്ഞവയാണ് എന്നും സാക്ഷാൽ മഹാലക്ഷ്മി ദേവി, സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം, അനുഗ്രഹം നിങ്ങളിൽ അല്ലെങ്കിൽ ആ ഭവനങ്ങളിൽ കുടികൊള്ളുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഇനി ശരിയായ ദിശയെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ശരിയായ ദിശയിൽ നടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. എന്നാൽ ശരിയായ ദിശയിൽ നട്ടു വളർത്താത്തതിനാൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഫലം ലഭിക്കണം എന്നില്ല. ദിശ 3 സ്ഥാനങ്ങളാണ് ഏറ്റവും വിശേഷമായി പരാമർശിക്കുന്നത്. ഈ ദിശയിൽ വളർത്തുന്നത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. തനിയെ വളർന്നു വരികയാണ് എങ്കിൽ കേമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ ആദ്യത്തേതായ ദിശ വടക്ക് ദിശയാണ്. വടക്ക് ദിശയിൽ നിങ്ങൾ നടുകയോ അല്ലെങ്കിൽ തനിയെ വളർന്നു വരികയാണ് എങ്കിലും അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. അതിനാൽ വടക്ക് ദിശയിൽ ഒരു ശംഖുപുഷ്പമെങ്കിലും നട്ടു വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു ദിശ വടക്ക് കിഴക്ക് ദിശയാണ്. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ ദിശ. ഈശാനമൂല അല്ലെങ്കിൽ ഈശാനകോൺ എന്ന് തന്നെ ഈ ദിശയെ അർത്ഥമാക്കുന്നു. ഈ ദിശയിൽ
നല്ലതുപോലെ നിങ്ങൾ നട്ടു പരിപാലിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ നാൾക്ക് നാൾ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ഇരട്ടി നേട്ടങ്ങളാണ് വന്നു ചേരുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തികപരമായി നിങ്ങൾ വളരെ താഴ്ന്നിരിക്കുന്നതായ സാഹചര്യമാകാം. അതിനാൽ നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ അത് കൃത്യമായി തന്നെ വിനിയോഗിക്കേണ്ടതാകുന്നു. കാരണം നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ അതിന് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. സകല വിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ, പണം നിങ്ങളിലേക്ക് വന്നു ചേരും. പല വിധത്തിലായിരിക്കും വന്നു ചേരുക. അവസരങ്ങളാകാം, ലഭിക്കേണ്ടതായ ധനം ലഭിക്കുന്നതാകാം. അത്തരത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്നു എന്ന് വരാം. മൂന്നാമത്തേതായ ദിശ കിഴക്ക് ദിശയാണ്. കിഴക്ക് ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിശയാകുന്നു. ഈ ദിശയിലും വരികയാണ് എങ്കിൽ അത് ഉത്തമമാണ് എന്ന് മാത്രമല്ല, ഭാഗ്യവും ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. അതിനാൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് ഈ ദിശയിലുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അപകടങ്ങളെ പോലും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒപ്പം നട്ടാൽ ശംഖുപുഷ്പത്തോടൊപ്പം അവയുടെ ചുവട്ടിൽ നട്ടു പരിപാലിക്കുവാൻ ഉത്തമമായ സസ്യങ്ങളിൽ ഒന്ന് തുളസിയാണ്. തുളസി ഏവരുടെയും വീടുകളിൽ ഉണ്ടാകാൻ സാധ്യതയേറിയ ഒരു സസ്യമാണ്. തുളസി ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന്റെയും ലക്ഷ്മി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിന്റെയും സൂചനയാണ്. അല്ലെങ്കിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സസ്യമാണ് എന്ന് പരാമർശിക്കാം. വടക്ക് കിഴക്ക്, കിഴക്ക് എന്നീ ദിശകൾ ഏറ്റവും ഉത്തമവുമാണ്. അതിനാൽ ശംഖുപുഷ്പത്തോടൊപ്പം വളർത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ സസ്യങ്ങളിൽ ഒന്നാണ് തുളസി. നിങ്ങളുടെ വീടുകളിൽ തുളസിയോടൊപ്പം അതിനാൽ ഒരു ശംഖുപുഷ്പം കൂടി വളർത്തുക. ഇനി ശംഖുപുഷ്പമാണ് ഉള്ളത് എങ്കിൽ അതോടൊപ്പം ഒരു തുളസിയാണ് എങ്കിലും നട്ടു വളർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവ ഒരുമിച്ച് നടുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുകയും ശരിയായ രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രധാനപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും. അതിൽ ആദ്യത്തേത് വീടുകളിലുള്ള കടമാണ്. കടബാധ്യതകൾ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ അവസരങ്ങളാകാം. അത് തൊഴിൽപരമോ ബിസിനസ് പരമായോ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ ക്രമേണ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾക്ക് അകലുന്നതായ സാഹചര്യം, പല വഴികളിലൂടെയും ധനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതായ അവസരം വീണ്ടും നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. നിഷ്പ്രയാസം കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് വരാം. കാരണം അത്രമേൽ ചിന്ത പോസിറ്റീവായി നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കും. എന്നാൽ ഒരിക്കലും ചില തെറ്റുകൾ ചെയ്യാൻ പാടുള്ളതല്ല. അതിൽ ആദ്യത്തേത് കരിഞ്ഞു നിൽക്കുന്നതായ ചെടിയിലേക്ക് ഒരിക്കലും ശംഖുപുഷ്പം വളർത്താൻ പാടില്ല, പടർത്താൻ പാടില്ല എന്നുള്ളതാകുന്നു. അത് വളരെ ദോഷകരമായ കാര്യമാകുന്നു. ചെളിവെള്ളത്തിൽ പൂർണ്ണമായും എപ്പോഴും ചെളിവെള്ളത്തിൽ നിൽക്കുന്നത് ശുഭകരമല്ല. അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ചില വീടുകളിൽ ചപ്പുചവറുകൾ ശ്രദ്ധിക്കാതെ ശംഖുപുഷ്പത്തിന്റെ അടുത്തായി തട്ടുകയോ അല്ലെങ്കിൽ അടിച്ചുവാരി കൂട്ടിയിടുകയോ ചെയ്യാം. ഇപ്രകാരം ചെയ്യുന്നതും വളരെ ദോഷകരമാണ്. മുള്ളുള്ള ചെടികൾ, മുരടിച്ചതായ ചെടികൾ ശംഖുപുഷ്പത്തിന്റെ അടുത്ത് വരുന്നത് വളരെ ദോഷകരമാണ്. നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിക്കും. അതിനാൽ പോസിറ്റീവായ ഊർജം ക്രമേണ കുറയുന്നതായ സാഹചര്യം വന്നു ചേരും. കൂടാതെ വേസ്റ്റ് ജലം തുടങ്ങിയ കാര്യങ്ങൾ ശംഖുപുഷ്പത്തിന്റെ അടുത്തേക്ക് വരുന്നത് ശുഭകരമല്ല. മറ്റൊന്ന് അഗ്നിയാണ്. ഒരിക്കലും ശംഖുപുഷ്പം നിൽക്കുന്നതായ ഭാഗത്ത് തീയിടാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ ഗുണത്തെക്കാളേറെ ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതായ സാഹചര്യമാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ ആ വീടുകളിലേക്ക് പ്രവേശിക്കുക. കൃത്യതയോടെ തന്നെ ഇവയെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയും നൽകും. രണ്ടാമത്തെ ചെടി. ഇനി വാസ്തുപ്രകാരം നോക്കുമ്പോൾ ശംഖുപുഷ്പത്തോടൊപ്പം നട്ടു വളർത്തുവാൻ
ഉത്തമമായ രണ്ടാമത്തെ ചെടി പനിക്കൂർക്കയാണ്. ഈ പനിക്കൂർക്ക പല പേരുകളിലാണ് പലയിടങ്ങളിലും അറിയപ്പെടുന്നത്. ചിലയിടങ്ങളിൽ പനിക്കൂർക്കയാണ്, ചിലയിടങ്ങളിൽ അറിയപ്പെടുന്നത് ഞവര എന്നാണ്, മറ്റു ചില ഇടത്ത് കഞ്ഞിക്കൂർക്ക എന്നും അറിയപ്പെടുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ സസ്യം നടുമ്പോൾ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും. അതിനാൽ ഇവ ചുവട്ടിൽ നട്ടുപിടിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ശംഖുപുഷ്പത്തോടൊപ്പം തന്നെ നട്ടു വളർത്തുക. വടക്ക്, വടക്ക് കിഴക്ക്, കിഴക്ക് എന്നീ ദിശകളിൽ ഇവ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇതിലും ശ്രേഷ്ഠമായ ഒരു കാര്യം മറ്റൊന്നില്ല എന്ന് തന്നെ പരാമർശിക്കാം. ഇവ രണ്ടും ഒരുമിച്ച് വളർത്തുകയും രണ്ടും നന്നായി തഴച്ച് വളരുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സമ്പത്ത് അത്രമേൽ വർദ്ധിക്കുന്നതിന്റെ സൂചനയാകും. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതിന്റെ സൂചനയായി പരാമർശിക്കാം. കാരണം ആ വീടുകളിലേക്ക് മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിക്കും. തന്മൂലം ദാരിദ്ര്യം നാൾക്ക് നാൾ കുറയും. മഹാലക്ഷ്മി വാഴുന്നിടത്ത് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ തീർച്ചയായും ആ വീടുകളിൽ ധനപരമായ ഉയർച്ച വന്നു ചേരും. കോടീശ്വരയോഗം പോലും തേടിയെത്താം. അതായത് ധനം പല വഴികളിലൂടെയും വന്നു ചേരുന്നതായ സാഹചര്യം, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ടിരുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് മുൻപ് പരാമർശിച്ചതുപോലെ അലക്കുകല്ലിനോട് ചേർന്ന് പാടില്ല, ബാത്റൂമിനോട് ചേർന്ന് പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമാണ്. മുൻപ് പരാമർശിച്ച പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുടെ അടുത്തും ഇവ ഒരുമിച്ച് നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല. അത്തരത്തിൽ നട്ടു വളർത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വന്നു ചേരേണ്ടതായ ആ ഗുണകരമായ ഫലങ്ങൾക്ക് പകരം ദോഷകരമായ കാര്യങ്ങൾ, മൂദേവി സാന്നിധ്യമാണ് ആ വീടുകളിൽ വർദ്ധിക്കുക. മൂദേവി വസിക്കുന്നിടത്ത് മഹാലക്ഷ്മി വസിക്കില്ല എന്ന കാര്യവും ഓർക്കണം. ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ശംഖുപുഷ്പം. ശിവപ്രീതിയും ലക്ഷ്മി കടാക്ഷവും അത്രമേൽ നിലനിൽക്കുന്നതായ ഒരു സസ്യമാണ് ശംഖുപുഷ്പം. അതിനാൽ ഇത്രയും പവിത്രമായ ഒരു സസ്യം നമ്മുടെ ഭവനങ്ങളിൽ വളരുക എന്നത് അത്രമേൽ ശുഭകരമാണ്, മഹാഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ അത്രമേൽ പവിത്രമായി മാത്രമേ നിങ്ങൾ നട്ടു വളർത്തുവാൻ പാടൂ. കൂടാതെ ഒറ്റ സംഖ്യയിൽ നടുക. അതായത് 1, 3, 5, 7, 9 എന്നീ സംഖ്യകളിൽ ഈ ചെടികൾ നടുന്നത് ഏറ്റവും ശുഭകരമാണ്. 2 ചെടി അഥവാ 4 ചെടി ഒരുമിച്ച് നടുന്നതിനേക്കാൾ ഒറ്റ സംഖ്യയിൽ നടുന്നതാണ് ഏറ്റവും ശുഭകരമായി ഭവിക്കുക. താനെ കിളിർത്തു വന്ന സസ്യങ്ങളാണ് എങ്കിൽ പോലും അത്രമേൽ ശ്രദ്ധ നിങ്ങൾ ഈ സസ്യം വളർത്തുമ്പോൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഇനി ആർക്കെങ്കിലും ദാനമായി നൽകേണ്ടതായ സാഹചര്യം അഥവാ ആർക്കെങ്കിലും നൽകേണ്ടതായ ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും അല്പം മധുരം സ്വീകരിക്കുന്നത് ശുഭകരമാണ്. അല്ലെങ്കിൽ 1 രൂപ നാണയമെങ്കിലും അവരിൽ നിന്നും വാങ്ങിയതിന് ശേഷം ഈ സസ്യങ്ങൾ കൈമാറാം. എല്ലാ സസ്യങ്ങളുമല്ല, ഒരെണ്ണം കൈമാറാം. എന്നാൽ ഇപ്രകാരം ചെയ്യുമ്പോൾ മുൻപ് പരാമർശിച്ചതുപോലെ അവരിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ തിരികെ വാങ്ങുന്നതാണ് ശുഭം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിന് അത് കാരണമായി തീരും. വൈകുന്നേരം തിരി തെളിയിക്കുന്നതിന് മുൻപ് ആ വീട്ടിൽ ശിവചിത്രം അല്ലെങ്കിൽ ശിവകുടുംബ ചിത്രം, ശിവപാർവതി ചിത്രമുണ്ട് എങ്കിൽ ആ ചിത്രത്തിൽ ശംഖുപുഷ്പം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് സർവ ഐശ്വര്യം തന്നെ ആ വീടുകളിൽ പ്രദാനം ചെയ്യും. ദേവത അഥവാ സാക്ഷാൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം, സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കും. അതിനാൽ നെഗറ്റീവ് ഊർജത്തിന് ഒരിക്കലും ആ വീടുകളിൽ നിലനിൽക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരും. ആ കുടുംബത്തിൽ ഐക്യം വന്നു ചേരും. അതിനാൽ ആ കുടുംബാംഗങ്ങൾ സ്നേഹത്തോടെ വാഴുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കുന്നതായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കൂടിയുണ്ട്. ശനിയാഴ്ച ദിവസം സ്ത്രീകൾ ശംഖുപുഷ്പം തലയിൽ ചൂടിക്കൊണ്ട് സന്ധ്യാദീപം തെളിയിക്കുന്നതും നിങ്ങളുടെ ഭവനത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈശ്വരാധീനത്തെ കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ആകർഷിച്ചെടുക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും കുളിച്ച് ശുദ്ധിയോടെ തന്നെ
ഒരു ശംഖുപുഷ്പം നിങ്ങൾ ഇപ്രകാരം അണിഞ്ഞുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ആ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ അത് കാരണമായി തീരും. തീർച്ചയായും ഏവർക്കും സാധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ് ഇത്. അതായത് ഈ രണ്ട് സസ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ശംഖുപുഷ്പത്തോടൊപ്പം വളർത്തുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഈ കാര്യങ്ങൾ ഏവരും വീടുകളിൽ ചെയ്യുക. മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാതെ തന്നെ വളർത്തുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഏവർക്കും സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.